ഒരുക്കി വെച്ചത് പൂർണ്ണമായി ചിത്രീകരിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്നതാണ്. ഒരാളെ കൊണ്ടും സാധ്യമല്ല. നമ്മൾ വർണ്ണിക്കുന്നതിനേക്കാൾ, നമ്മൾ കേട്ടതിനേക്കാൾ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ പ്രിയമുള്ളവരെ അപ്പുറമാണ് സ്വർഗത്തിലെ അനുഭൂതികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നു. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിലെ ഒരു വടി വെക്കാനുള്ള സ്ഥലം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അൻ സഹൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ ഒരു ചാട്ട വെക്കാനുള്ള സ്ഥലം. നമ്മൾ ചാട്ടവാറ കണ്ടിട്ടില്ലേ? ആ ചാട്ട വെക്കാനുള്ള സ്ഥലം ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. അതാണ് ഈ ദുനിയാവിനേക്കാളും അവയിലുള്ളതിനേക്കാളും ഖൈർ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വർഗത്തിൽ ഒരു ചാട്ട വെക്കാൻ എത്ര സ്ഥലമാണോ? ഒരു ചാട്ട, ഒരു വടി വെക്കാൻ നമുക്ക് എത്ര സ്ഥലമാണോ? അത് ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഖൈറാണ് എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ എത്രമാത്രം സുന്ദരമായിരിക്കും. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത, വിഭാവനം ചെയ്തെടുക്കാൻ പോലും കഴിയാത്ത സുന്ദരമാണ് പ്രിയമുള്ളവരെ സ്വർഗീയ ലോകം എന്ന് പറയുന്നത്. അല്ലാഹു അവിടെ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിന്റെ വിശാലതയെ കുറിച്ച് ഹദീസുകളിൽ കാണാൻ കഴിയും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ ആമന ബില്ലാഹി വറസൂലിഹി വഅഖാമസ്സലാ വസാമ റമളാൻ. ആരെങ്കിലും വല്ലവനും അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും വഅഖാമസ്സലാ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും വസാമ റമളാൻ റമളാനിൽ നോമ്പെടുക്കുകയും ചെയ്താൽ കാന ഹഖ്ഖൻ അലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു അയ്യുദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അതായത് അല്ലാഹുവിൽ കൃത്യമായി വിശ്വസിക്കുക, തൗഹീദ് കൃത്യമായിരിക്കുക, പ്രവാചകനുള്ള വിശ്വാസവും ഇത്തിബാഉം കൃത്യമായിരിക്കുക, നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും റമദാനിൽ നോമ്പെടുക്കുകയും ചെയ്താൽ കാന ഹഖ്ഖൻ അലല്ലാഹ്, അല്ലാഹു ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. എന്താണ് ബാധ്യത ഏറ്റെടുത്തത്? അയ്യുദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ളത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാജറ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോയാലും ശരി, അതേപോലെ തന്നെ ഔജലസ ഫീ അർദിഹി അല്ലതി ഉലിദ ഫീഹാ, അവൻ ജനിച്ച നാട്ടിൽ തന്നെ താമസിച്ചാലും ശരി. ഹിജ്റന്റെ കൂലി നമുക്ക് ഓരോരുത്തർക്കും അറിയാം, വലിയ പ്രതിഫലമാണ്. ഇൻഷാ അല്ലാഹ് വരും ആഴ്ചയിൽ വിശദീകരിക്കാം. ആ ഹിജ്റ പോയാലും ശരി, ഇനി ഈ വിശ്വാസത്തോടു കൂടി സ്വന്തം നാട്ടിൽ, ജനിച്ച നാട്ടിൽ തന്നെ ജീവിച്ചാലും ശരി, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം പകരം നൽകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുക. ഖാലു, സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഫലാ നുനബ്ബിഉ الناس ബിദാലിക, ഇത് ഞങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ, ഈ ഒരു കാര്യം ഞങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. എന്തുകൊണ്ടുള്ള വിശ്വാസം ക്ലിയറാക്കുക, അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കുക, നമസ്കാരത്തിൽ പിഴവില്ലാതെ, അപാകതകളില്ലാതെ, ന്യൂനതകളില്ലാതെ കൃത്യമായി ഇഖ്ലാസോടുകൂടി നമസ്കരിക്കുക, റമദാനിൽ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പെടുക്കുക, പകരം സ്വർഗ്ഗാണ്. റസൂലെ, ഞങ്ങൾ അറിയിക്കട്ടെ ജനങ്ങളെ, ഇത്രയും വലിയ നിഅമത്ത് അല്ലേ, നിസ്കാരത്തിന്റെയും നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിനെയൊക്കെ സ്വർഗം പകരം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഒന്നും ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ അതിനുള്ള ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അല്ലാഹു സ്വർഗ്ഗാണ് പകരം തരുന്നത്. ഞങ്ങളിത് ജനങ്ങളെ അറിയിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി 100 ദറജ, സ്വർഗ്ഗത്തിന് 100 പദവികളുണ്ട്, 100 ദറജകളുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അഅദ്ദഹുല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന മുജാഹിദീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചതാണ് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ദറജതൈനി മാ ബൈനഹുമാ കമാ ബൈനസ് സമാഇ വൽ അർദ്, ഓരോ ഈ 2 ദറജകൾക്കിടയിലുള്ള അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ആകാശഭൂമികൾക്കിടയിൽ എത്രമാത്രം വിസ്തീർണമുണ്ടോ അത്രയാണ് എന്ന്. ഓരോ ദറജന്റെ ഈ 2 ദറജകൾക്കിടയിൽ അങ്ങനെ 100 ദറജയുണ്ട് എന്ന് സ്വർഗ്ഗത്തിലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടായി പറയുന്നു, ഫഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസ് ചോദിക്കണം. ജന്നാത്തുൽ ഫിർദൗസ് നിങ്ങൾ എന്ത് ചെയ്യണം?
അള്ളാഹുവിനോട് ചോദിക്കണം. ഫഇന്നഹു ഔസതുൽ ജന്ന, അത് സ്വർഗത്തിന്റെ മധ്യവും അതേപോലെ തന്നെ വഅഅലൽ ജന്ന, സ്വർഗത്തിന്റെ അത്യുന്നതമായ സ്ഥാനവുമാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ മധ്യവും അത്യുന്നതമായ സ്ഥാനവുമാകുന്നു ഫിർദൗസ് എന്ന്. ആ ഫിർദൗസ് നിങ്ങൾ ചോദിക്കണമെന്ന് അല്ലാഹു ആ ഫിർദൗസ് ലഭിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകാൻ കഴിയും. പ്രിയമുള്ളവരെ, റസൂൽ നിർത്തിയില്ല. ഇത്രയും വിശാലമായ ആ സ്വർഗത്തിന്റെ വിശാലതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് റസൂൽ അവിടെ നിർത്തിയില്ല. ആ ഫിർദൗസ് എവിടെയെന്നും കൂടി പഠിപ്പിച്ചു. ഫഇന്നഹു ഔസതുൽ ജന്ന വഅലൽ ജന്ന വഫൗഖഹു അർശുർ റഹ്മാൻ. ആ ഫിർദൗസിന്റെ മുകളിലാണ് അർശുർ റഹ്മാൻ, അല്ലാഹുവിന്റെ അർശുള്ളത് എന്ന്, പരമകാരുണ്യവാന്റെ അർശുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാകുന്നു സ്വർഗീയ നദികൾ പൊട്ടിയൊഴുകുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ഇത്രക്കും വിശാലമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യമായി കാണുന്ന സ്വർഗം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ ഓരോ നന്മകളും ചെയ്യുന്നത് ആർക്ക് സ്വർഗം കിട്ടാൻ. ആ സ്വർഗത്തിന്റെ വിശാലതയാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. എങ്കിൽ മറ്റൊരു ചോദ്യമാണ്, സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നത്. സ്വർഗം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഈ ചോദ്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റസൂലേ, താങ്കൾ സ്വർഗത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണം, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം, അതിന്റെ നിർമ്മാണം എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണം, ഇങ്ങനെ അത് ഉണ്ടാക്കിയിട്ടുള്ളത് സ്വർഗം എന്നുള്ളത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതും പഠിപ്പിച്ചു കൊടുക്കണം. ലബിനതും മിൻ ദഹബിൻ വലബിനതും മിൻ ഫിദ്ദ, അതായത് സ്വർണത്താലുള്ള ഇഷ്ടികയും വെള്ളിയാലുള്ള ഇഷ്ടികയുമാണ് അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടിക, മിലാതുഹാ അൽ മിസ്കുൽ അദ്ഫർ, അതേപോലെ തന്നെ അവക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള പദാർത്ഥം എന്ന് പറയുന്നത് അത് സുഗന്ധമേറെ വമിക്കുന്ന, സുഗന്ധമേറെ തരുന്ന കസ്തൂരിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നമുക്കറിയാം, പടുക്കുമ്പോൾ അതിന്റെ ഇടയിൽ എന്തുണ്ട്? നമ്മൾ സിമെന്റ് ഇടും അല്ലെ എന്നതുപോലെ ഈ വെള്ളിയുടെയും സ്വർണത്തിന്റെയും കട്ടകൾ കൊണ്ട്, ഇഷ്ടികകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ചേർക്കുന്നത് നല്ല സുഗന്ധം തരുന്ന കസ്തൂരിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നു. വഹസ്ബാഉഹാ അൽ യാഖൂതു വൽ ലുഅ്ലു, അതിലെ കല്ലുകൾ എന്ന് പറയുന്നത് മുത്തും പവിഴവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വതുർബതുഹാ അൽ വർസു വസ്സഅഫറാൻ, അതേപോലെ തന്നെ അതിലെ മണ്ണ് അത് കുങ്കുമവും വർസുമാണ്. വർസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ വർണ്ണത്തിലുള്ള നല്ല സുഗന്ധം തരുന്ന ഒരു സുഗന്ധത്തിനാണ് വർസ് എന്ന് പറയുന്നത്. അതാണ് അതിലെ മണ്ണായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. മയ്യദ്ഖുലുഹാ യഖ്ലുദു ലാ യമൂത്, അതിലാര് പ്രവേശിക്കുന്നുവോ യഖ്ലുദു, അവൻ അതിൽ നിത്യവാസിയായിരിക്കും. അവിടുന്ന് പിന്നെ പുറത്തെടുക്കണ പരിപാടിയില്ല. നരകം അങ്ങനല്ല. നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തൗഹീദുള്ളവൻ ശിക്ഷന്റെ കാലയളവ് കഴിഞ്ഞ പക്ഷെ അവന് എന്ത് ചെയ്യും? കരകയറി സ്വർഗത്തിലേക്ക് എത്തും. മടങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷെ സ്വർഗം അതിന് പിന്നെ ഒരാളെ പുറത്ത് കിടൂല. പ്രവേശിച്ചു കഴിഞ്ഞോ യഖ്ലുദ്, അവൻ നിത്യവാസിയായിരിക്കും. ലാ യമൂതു, പിന്നെ അവിടെ അവന് എന്തില്ല? മരണമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വയൻഅമു ലാ യബ്അസ്, അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു, അവിടെ സുഖത്തിലായിരിക്കും അവനുണ്ടാവുക. അതേപോലെ തന്നെ ദുരിതം അനുഭവിക്കേണ്ടി വരികയില്ല. അതേപോലെ തന്നെ റസൂൽ പറയുന്നു, ലാ യബ്ലാ ശബാബുഹും, അവരുടെ യൗവനം ഒരിക്കലും നശിക്കുകയില്ല. വലാ തുഖറഖു ദിയാബുഹും, അവരുടെ വസ്ത്രം അത് ജീർണിച്ചു പോവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. നോക്കൂ നിങ്ങൾ, അത്രക്കും സുന്ദരമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തെ ഒരുക്കി വെച്ചിട്ടുള്ളത്. സ്വർഗത്തിന്റെ ഓരോ ഭാഗങ്ങളും ഏറെ പറയാനുണ്ട് പ്രിയമുള്ളവരെ. സ്വർഗത്തിന്റെ കവാടം എന്ന് പറയുന്നത് സൂറത്തുർ റഅദിലെ 23-24 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് മലക്കുകൾ ഓരോ വാതിലുകളിലൂടെയും വന്നുകൊണ്ട് അവരെ ആനയിക്കും, സ്വീകരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സലാമുൻ അലൈക്കും ബിമാ സബർതും, ഭൂമിയിൽ ക്ഷമിച്ചുകൊണ്ട് ജീവിച്ചതിന്റെ ആ ഒരു കാരണത്താൽ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ആ സ്വർഗത്തിലേക്ക് സ്വീകരിക്കും മലൈക്കത്തുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ആ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതിന്റെ നീളം, അതിന്റെ വീതി എന്ന് പറയുന്നത് വല്ലദീ നഫ്സി ബിയദി ഇന്നമാ ബൈന മിസ്റാഇനി മിൻ മസാരിഇൽ ജന്ന കമാ ബൈനൽ മക്കത വൽ ഹിമ്ർ ഔ കമാ ബൈനൽ മക്കത വൽ ബുസ്റ. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. സ്വർഗത്തിലെ 2 കട്ടിലകൾ, ഡോറിന്റെ കട്ടിലല്ലേ, അതിന്റെ വീതി എന്ന് പറയുന്നത് മക്കന്റെയും ഹിമ്യറിന്റെയും ഇടയിൽ എത്ര ദൂരമാണോ അത്രയാണ്. അതേപോലെ തന്നെ റസൂൽ ഒന്നും കൂടി പറഞ്ഞു, കമാ ബൈനൽ മക്കത വൽ ബുസ്റ, ബസറിന്റെയും അതേപോലെ തന്നെ മക്കയുടെയും ഇടയിൽ എത്ര ദൂരമാണോ, ഏകദേശം 1000-ൽ പരം, അതായത് 17 മണിക്കൂർ, 17 ചില്ലാനും മണിക്കൂർ ഇന്ന് യാത്ര ചെയ്യേണ്ട ദൂരമുണ്ട്. അത്ര ദൂരമാണ് 2 കട്ടിലകൾക്കിടയിൽ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, മൻ ഖാല അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന ഈസ അബ്ദുല്ലാഹ് വ ഇബ്നു അമതിഹി വ കലിമതുഹു അൽഖാഹാ ഇലാ മർയം വ റൂഹും മിൻഹു വ അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറ ഹഖ്ഖുൻ അദ്ഖലഹു അല്ലാഹു മിൻ അയ്യി അബ്വാബിൽ ജന്നതി 8 ശാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അർത്ഥം പറയേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ വ അന്ന ഈസ അബ്ദുല്ലാഹ്, ഈസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടിമയും വ ഇബ്നു അമതിഹി, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ദാസിയുടെ പുത്രനും, അതേപോലെ തന്നെ വകലിമതുഹു അൽഖാഹാ ഇലാ മർയം വ റൂഹും മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് അയച്ച ആത്മാവും അതേപോലെ തന്നെ മറിയമിന് ഇട്ടുകൊടുത്ത വചനവുമാകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വ അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറ ഹഖ്ഖുൻ, സ്വർഗ്ഗം സത്യമാണ്, നരകം സത്യമാണ് എന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അദ്ഖലഹുല്ലാഹ്, അല്ലാഹുവിനെ പ്രവേശിക്കും. മിൻ അയ്യി അബ്വാബിൽ ജന്നതി 8 ശാ, സ്വർഗ്ഗത്തിന്റെ അവൻ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. നമുക്ക് നിങ്ങൾ ജീവിതത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത് ജീവിതത്തിൽ ദിവസവും പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സ്വർഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ പ്രവേശിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സ്വർഗം കരസ്ഥമാക്കാൻ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എങ്കിൽ സ്വർഗപ്രവേശനത്തിനുള്ള വഴികൾ ഏതൊക്കെയാണ്? സ്വർഗം ലഭിക്കാനുള്ള വഴികൾ ഏതൊക്കെയാണ്? ഒന്ന്, നമ്മുടെ വിശ്വാസം നന്നാക്കുക, വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈമാൻ ഇല്ലാതെ, വിശ്വാസം ഇല്ലാതെ ഒരാളും അവിടെ പ്രവേശിക്കുന്നുള്ളത് അത് വ്യാമോഹം മാത്രമാണ്.